എല്ലാവർക്കും നമസ്കാരം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 22 ലോകമെമ്പാടും ഭൗമദിനം അഥവാ എർത്ത് ഡേ ആചരിക്കുന്നു. ഇത്തവണ നമ്മൾ 56ാമത്തെ ഭൗമദിനമാണ് ആചരിക്കുന്നത്. മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്താനും സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. നമുക്കറിയാം, 1970 ഏപ്രിൽ 22 ആണ് ആദ്യമായി ഈ ദിനം അമേരിക്കയിൽ ആചരിച്ചത്. ആഗോളതാപനത്തിൻ്റെയും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെയും ഭവിഷ്യത്തുക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭൗമദിനാചരണത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട്. നമ്മുടെ ഭൂമി എന്ന ഗ്രഹത്തെ ജീവിക്കാനുള്ള ആരോഗ്യകരമായ സ്ഥലമാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരവബോധം നമ്മൾ ഓരോരുത്തരിലും വളർത്തുക. ആഗോള വ്യാപകമായി നടക്കുന്ന ഭൗമ സംരക്ഷണ യത്നങ്ങളാണ് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ. 2026 ലോക ഭൗമദിന പ്രമേയം അഥവാ വേൾഡ് എർത്ത് ഡേ തീം ഓഫ് 2026 എന്നത് നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം എന്നതാണ്. 2026 ലോക ഭൗമദിന പ്രമേയം അഥവാ വേൾഡ് എർത്ത് ഡേ തീം നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം എന്നതാണ്. നമ്മുടെ ഭൂമിയും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആവാസ വ്യവസ്ഥ എന്നത് പ്രവർത്തനപരമായ ഒരു അടിസ്ഥാന പാരിസ്ഥിതിക യൂണിറ്റാണ്. അതിൽ ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. സസ്യങ്ങൾ, മൃഗങ്ങൾ, മറ്റു ജീവികൾ എന്നിവയുടെ ഒരു സമൂഹം, അവയുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയുടെ ഭൂപ്രകൃതി ജീവനില്ലാത്ത ഘടകങ്ങളുമായി സംയോജിച്ച് ഒരു സംവിധാനമായി ഇടപഴകുന്നു. ആ സ്ഥലമാണ് നമ്മൾ പറയുന്ന ആവാസ വ്യവസ്ഥ. ഭക്ഷണം, വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ, ജലം, നിർമ്മാണ സാമഗ്രികൾ, മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നതിനാൽ ആവാസ വ്യവസ്ഥകൾ മനുഷ്യർക്ക് നിർണായകമാണ്. ഇതിലൂടെയാണ് ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ നിയന്ത്രണം തുടങ്ങിയ ആഗോള പ്രാധാന്യമുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുന്നത്. ഇതിനായി നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. വനനശീകരണം ഒഴിവാക്കുക, ചെറുതും വലുതുമായ ജീവജാലങ്ങളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക. അവയെ സംരക്ഷിക്കുമ്പോൾ നമ്മളും സംരക്ഷിക്കപ്പെടുകയാണെന്ന് ഓർക്കുക. മറ്റൊന്ന്, വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിലൂടെ അന്തരീക്ഷത്തിൽ കാർബൺ നിറയുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൻ്റെ ക്രമാതീതമായ വർധനവാണ്. ഇത് നാം അടക്കമുള്ള ഭൂമിയിലെ ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗം നിയന്ത്രണത്തിലാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. എല്ലാത്തിൻ്റെയും പോംവഴി പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ഓരോ ഭൗമദിനവും നമ്മൾ ആചരിക്കുന്നത് ഇതിനായുള്ള ഒരു അവബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശമാണ് ഈ ഭൗമദിനം നമുക്ക് നൽകുന്നത്. അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.